നമുക്കിപ്പോൾ ഡൽഹിയിൽ നിന്ന് ബി ബാലഗോപാൽ കൂടി ചേരുന്നുണ്ട്. ബാലു, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ വ്യോമയാന മേഖല അത്രമാത്രം വികസനത്തിന്റെ നേട്ടങ്ങളുടെ പന്താവിലേക്കായിരുന്നു. പക്ഷേ അതിനൊപ്പം തന്നെ അപകടങ്ങളുടെ എണ്ണവും കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കുണ്ടായ ഈ അപകടം ഒരിക്കലും നനച്ചിരിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു അപകടമായിരുന്നു. ഈ വിമാനം പറന്നുയർന്ന നിമിഷങ്ങൾക്കകമാണ് അത് കത്തിച്ചാമ്പലാകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്, എവിടെയാണ് തകരാർ പറ്റിയത്, എന്ത് വീഴ്ചയാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഈ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയാൽ മാത്രമേ എന്താണ് സംഭവിച്ചത്, ഇവരെന്തായിരുന്നു സംസാരിച്ചിരുന്നത്, അവസാന സന്ദേശം എന്തായിരുന്നു എന്ന കാര്യത്തിലൊക്കെ വിവരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ. ബാലു. ജയലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 4 പതിറ്റാണ്ടിന് ശേഷമുള്ള ഇടയിലെ ഏറ്റവും വലിയ വിമാന അപകടമാണ് ഇപ്പോൾ ഈ അഹമ്മദാബാദിൽ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വളരെ സമഗ്രമായ ഒരു അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് ഈ അന്വേഷണത്തിനായി ചുമതലപ്പെട്ട ഇന്ത്യൻ ഏജൻസി. അതിനുള്ള അന്വേഷണം, അതായത് ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥർ ഇന്നലെ വൈകിട്ട് തന്നെ ഈ അഹമ്മദാബാദിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ആ രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പ്രദേശം പൂർണ്ണമായും കോർഡൺ ഓഫ് ചെയ്ത്, അതായത് ആ പ്രദേശം സെക്ലൂഡ് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടാവുന്ന പരമാവധി തെളിവുകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ തകർന്നു വീണ എയർക്രാഫ്റ്റിൽ നിന്ന് ലഭിക്കാവുന്ന പരമാവധി ഈ അന്വേഷണത്തിന് സഹായകരമാകുന്ന സാധനങ്ങൾ മറ്റും തെളിവുകളും മറ്റും ശേഖരിക്കുക എന്നതാണ് ഈ ബ്യൂറോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അത് അടുത്ത 1-2 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ ഈ ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനിടയിലാണ് അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനിലെ ഉദ്യോഗസ്ഥരും ഈ അന്വേഷണത്തിൽ ഇന്ത്യൻ ഏജൻസികളെ സഹായിക്കുവാനായി ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവരിന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ അഹമ്മദാബാദിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. തുടർന്ന് അവർ ഇന്ത്യൻ അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരുമായി സംയുക്തമായി ചേർന്ന് വളരെ വിശദമായ അന്വേഷണം നടത്തുന്നതായിരിക്കും. ബോയിങ്ങിൻ്റെ ഉദ്യോഗസ്ഥരും ഇന്ത്യയിൽ നിന്ന് എത്തുന്നുണ്ട്. അവരും ഈ അന്വേഷണം, അതായത് ഈ അന്വേഷണത്തിൽ വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ വിമാനം പൊങ്ങി ഈ റൺവേ 23 നിന്ന് പൊങ്ങി 650 അടുപ്പിച്ച് അടി ഉയരുമ്പോഴായിരുന്നു ആദ്യ ഈ ഒരു ഡിസ്ട്രസ് കോൾ ഈ കോക്പിറ്റിൽ നിന്ന്, അതായത് പൈലറ്റിൽ നിന്ന് ഈ എയർ ട്രാഫിക് കൺട്രോളിന് ലഭിക്കുന്നത്. തുടർന്ന് ഈ വിമാനം താഴോട്ട് വരികയും പിന്നെ നിലം പൊത്തുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനിടയിൽ എന്താണ് ഉണ്ടായിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ എയർ ട്രാഫിക് കൺട്രോൾ, അതുപോലെ തന്നെ റഡാർ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് ഈ സംഭാഷണങ്ങളും മറ്റും ഈ അന്വേഷണ ഏജൻസികൾ, മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നുണ്ട്. അതുകൂടി സമഗ്രമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇതിനൊരു നിഗമനത്തിൽ എത്തിച്ചേരുക എന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിൽ നിന്ന് യാത്ര തിരിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെ അഹമ്മദാബാദിലെത്തും. തുടർന്ന് ഈ അപകടം നടന്ന സ്ഥലത്ത്, അതായത് വിമാനത്താവളത്തിൻ്റെ തൊട്ടടുത്ത് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ആദ്യം സന്ദർശനം നടത്തും. അതിനുശേഷം അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിൽ പ്രധാനമന്ത്രി എത്തി അവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി ഒരുപക്ഷെ ചിലപ്പോൾ ചില പ്രഖ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ സാധ്യതയുണ്ട്. നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന് പുറമെ മറ്റേതെങ്കിലും ഒരു അന്വേഷണത്തിന് കൂടി പ്രധാനമന്ത്രി നിർദ്ദേശിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഈ ആശുപത്രി സന്ദർശിച്ചതിന് ശേഷം, ഈ അപകട സ്ഥലം സന്ദർശിച്ചതിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഏതാണ്ട് ഈ 1 ലക്ഷത്തോളം ലിറ്റർ ഈ പെട്രോൾ ഇന്ധനം, എയർ ട്രാഫിക് ഫ്യൂവൽ അതിനകത്തുണ്ടായിരുന്നു. അതാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി വളരെ വർദ്ധിക്കാനുള്ള ഒരു കാരണം എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നത്. ഏതായാലും സമഗ്രമായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തിലാണെങ്കിലും ഈ വളരെ വിശദമായ തോതിൽ തന്നെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അന്വേഷണം നടത്തുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ജയലക്ഷ്മി. ശരി ബാലു, എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അന്വേഷണം എന്താണ് സംഭവിച്ചത് എന്നത് അറിയാനായിട്ടുള്ള അന്വേഷണത്തിന് വിദഗ്ധ സംഘം തന്നെയാണ് എത്തുന്നത്. അമേരിക്കയിൽ നിന്നൊരു ടീം തന്നെ എത്തുന്നുണ്ട് കൂടുതൽ സഹായവുമായി. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്താണ് വളരെ പെട്ടെന്ന് സംഭവിച്ചത്, യന്ത്ര തകരാറാണോ അതോ പക്ഷി വന്ന് ഇടിച്ചതാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഉറ്റുനോക്കുന്നത്. വിദഗ്ധരടക്കം ഇതുമായി ബന്ധപ്പെട്ട് പല കമന്റുകളും പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ബ്ലാക്ക് ബോക്സ് ലഭിച്ചാൽ മാത്രമാണ് എന്താണ് അവസാനം ഈ പൈലറ്റുമാർ സംസാരിച്ചിരുന്നത്,
എന്തായിരുന്നു അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നതെന്നൊക്കെ മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ. ബാലു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഈ പൈലറ്റുമാർ, അതായത് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് പൈലറ്റ് അദ്ദേഹം 8000-ലധികം മണിക്കൂറുകൾ ഫ്ലൈ ചെയ്തിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ആളും 1100-ലധികം മണിക്കൂറുകൾ പറന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഇവരെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ എന്താണ് ഉണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ നേരത്തെയൊക്കെ ഇവർ ഈ അപകടത്തിന് മുമ്പ് തന്നെ 11 അന്താരാഷ്ട്ര ട്രിപ്പുകൾ നടത്തിയ ഒരു വിമാനം തന്നെയാണ് ഇതപ്പോൾ നമ്മുടെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യവും അതാണ്. ഇത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്, പൈലറ്റുമാരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടും ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ആ നടുക്കം ഇപ്പോഴും മാറാത്തതും അതുകൊണ്ടാണ്. ബാലു, തീർച്ചയായും ജലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റും അതുപോലെ തന്നെ ഫസ്റ്റ് ഓഫീസറുമായിരുന്നു ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ക്യാപ്റ്റൻ സുമീത് സബ്രവാൾ ആയിരുന്നു ഇതിൻ്റെ പൈലറ്റായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഈ ദീർഘകാലം ഈ ബോയിങ് ഉൾപ്പെടെ, അതായത് ഡ്രീം ലൈനർ വിമാനങ്ങൾ ഉൾപ്പെടെ പറത്തി അതിൽ പരിണതപ്രജ്ഞനായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെറിയ എന്തെങ്കിലും പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണ് ഈ അപകടത്തിന് കാരണമെന്ന പെട്ടെന്നൊരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയില്ല. പക്ഷേ മനുഷ്യ സഹജമാണ് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളൊക്കെ ഉണ്ടാകുന്നത്. നേരത്തെ അർജുൻ പറഞ്ഞതുപോലെ തന്നെ പല തിയറികളും ഇതുമായി ബന്ധപ്പെട്ട് പല ഏവിയേഷൻ വിദഗ്ധരും ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് കൃത്യമായി ആധികാരികമായി എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ വേണ്ടി കഴിയാത്ത ഒരു കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? ഇത് പൈലറ്റിൻ്റെ വീഴ്ചയാണോ അതോ വിമാനത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതികമായ തകരാറുകൾ ഉണ്ടായിരുന്നോ? അതല്ല, ഈ റൺവേയിൽ നിന്ന് പൊങ്ങുമ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തടസ്സം ഈ വിമാനം നേരിട്ടിരുന്നു തുടങ്ങിയ പല തരത്തിലുള്ള ഈ അഭ്യൂഹങ്ങളുണ്ട്, പലതരത്തിലുള്ള തിയറികൾ പറയുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ഇതുവരെ ലഭ്യമായിട്ടില്ല. വിമാനത്തിൽ ഭാരക്കൂടുതൽ ഉണ്ടായിരുന്നു എന്ന ഒരു വാദം പല വിദഗ്ധരും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പൊങ്ങാൻ വേണ്ടി വിമാനത്തിന് സാധിക്കാത്തതെന്നാണ് പറയുന്നത്. കാരണം അനുവദനീയമായിരുന്ന തോതിലുള്ള വെയിറ്റിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ, ഭാരം ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ ഓരോ വിദഗ്ധരുടെ നിഗമനങ്ങൾ മാത്രമാണ്. നിലവിൽ ഈ അന്വേഷണം ആരംഭിക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതും പ്രാരംഭഘട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഈ ജയലക്ഷ്മി ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, ഈ ബ്ലാക്ക് ബോക്സിനെ കണ്ടെത്തുന്നതിൽ ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം അതാണ്. ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്യേണ്ടതായുണ്ട്. ആ ഡീകോഡൊക്കെ ചെയ്യുമ്പോഴായിരിക്കും കൃത്യമായ ഒരു വിവരം നമുക്ക്, അല്ലെങ്കിൽ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നത്. അതിന് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. പക്ഷേ പ്രാഥമികമായി ഈ പറയുന്നത് പോലെയുള്ള പലതരത്തിലുള്ള നിഗമനങ്ങൾ, അതിൽ ഈ ഭാരക്കൂടുതൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വിമാനത്തിന് സാങ്കേതികമായ ചില തകരാറുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം ഇതേ വിമാനം ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഉണ്ടായിരുന്ന, ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരാളുടെ കുറിപ്പ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായി വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ വിമാനത്തിന് ഈ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് സഞ്ചരിക്കുമ്പോൾ തന്നെ യാത്രയിൽ തന്നെ ചില തകരാറുകളൊക്കെ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ മുഖവിലേക്ക് എടുക്കാൻ വേണ്ടി കഴിയില്ല. ഇതൊക്കെ ഒന്നുകിൽ ഈ യാത്രക്കാരുടെ, അതല്ല എങ്കിൽ വിദഗ്ധരുടെയൊക്കെ അഭിപ്രായങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ഇന്ത്യൻ ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം അമേരിക്കൻ അന്വേഷണ ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായവും ലഭിക്കുന്നുണ്ട്. ഈ ബോയിങ്ങിലെ ഉദ്യോഗസ്ഥർ ഇന്ന് അഹമ്മദാബാദിൽ എത്തിച്ചേരുന്നതായിരിക്കും. ഇവരെല്ലാം സമഗ്രമായ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഇത് എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം നമുക്ക് നൽകാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വിമാനം പൊങ്ങി തൊട്ട് പിന്നാലെ, അതായത് വിമാനം 650 അടിക്ക് അടുത്തെത്തിയപ്പോഴായിരുന്നു ആദ്യ ഡിസ്ട്രസ് കോൾ വരുന്നത്. തുടർന്ന് വിമാനം താഴേക്ക് ചരിയുകയായിരുന്നു. അതിനുശേഷം ഈ വിമാനം ഇടിച്ചിറങ്ങുന്ന, അല്ലെങ്കിൽ ആകാശത്ത് വെച്ച് തന്നെ അതിന് ഈ അപകടമുണ്ടാകുകയും തുടർന്ന് അത് പൊട്ടി ചിന്തിച്ചിതറി താഴേക്ക് വരികയും ചെയ്തു എന്നാണ് ഈ ദൃക്സാക്ഷികളുടെ മറ്റു മൊഴികളിൽ നിന്ന് വ്യക്തമാകുന്നത്.